ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് റാപ്പിഡ് വാൾ എന്ന് പറയുന്ന ഒരു മോഡേൺ ടെക്നോളജിയെ പറ്റിയിട്ടാണ്. നമുക്ക് പാർട്ടീഷൻ വാൾ കൺസ്ട്രക്ഷൻ ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പത്തിൽ സാധിക്കുന്ന പറഞ്ഞാൽ റാപ്പിഡ് വാൾ കൊണ്ടുള്ള നിർമ്മാണമാണ്. ഇപ്പോൾ ഞങ്ങളിവിടെ 4ാമത് നിലയിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ ചെയ്യാൻ പോകുന്നത്. 4ാമത് നിലയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ലോഡ് ഒരുപാട് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ AC ബ്ലോക്കാണ് പ്രിഫർ ചെയ്തത്. പക്ഷേ ഇന്റേണൽ വാൾസ് കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടി കോസ്റ്റ് എഫക്റ്റീവായിട്ട്, അതിനേക്കാളും കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ റെനോകോൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ തന്നെ റാപ്പിഡ് വാളാണ്. റാപ്പിഡ് വാൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഓസ്ട്രേലിയയിലാണ്. വേഗത്തിൽ നമുക്ക് പാനലുകൾ ചെയ്ത് പോകാൻ ഈ വാൾ കൊണ്ട് സാധിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോക്ക് സിസ്റ്റമാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഇത് ലോക്കായിട്ട് നമുക്കൊരു ചാനൽ സെഷൻസ് ആണ് നമ്മൾ ഒരു ബോട്ടത്തിൽ പ്ലേസ് ചെയ്തിട്ട് ആ ചാനലിലേക്കാണ് നമ്മൾ ഈ വാള് അസംബിൾ ചെയ്തിടുന്നത്. അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ലോക്കിംഗ് ആയിട്ട് തന്നെ നിന്നോളും. നാളെ നമുക്കിത് വേണ്ട എന്ന് തോന്നിയാൽ പോലും നമുക്ക് തിരിച്ചത് റീപ്ലേസ് ചെയ്ത് വേറൊരു അസംബ്ലി ആയിട്ട് നമുക്ക് മാറ്റാനും സാധിക്കുന്നതാണ്. ഇപ്പം ഞങ്ങൾ ലിഫ്റ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയും, ഏകദേശം 70 കിലോയാണ് ഒരു വാൾ, അതായത് 10 അടി നീളവും 2 അടി വീതിയുള്ള ഒരു പാനലിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഫോർത്ത് ഫ്ലോർ ആയതുകൊണ്ട് തന്നെ നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സും കൂടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട് ഈ ലിഫ്റ്റിംഗ് ടൈമിൽ. കൃത്യമായി ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ലിഫ്റ്റ് ചെയ്യുന്നത്. 2 കപ്പികൾ മേളിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. 2 കപ്പി കണക്ട് ചെയ്തിട്ട് ആണ് നമ്മളിത് ലിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റാപ്പിഡ് വാൾ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ ഒരു സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ നടത്താൻ പോകുന്നത്. ഓക്കെ, റെഡി അല്ലേ ടീം? ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ, പിടിച്ചോണം. നമ്മൾ താഴെ നിന്ന് ലിഫ്റ്റ് ചെയ്തതെല്ലാം മേളിൽ അസംബിൾ ചെയ്തു. അസംബിൾ ചെയ്ത വാൾ പാനൽസിൻ്റെ ജോയിൻസ് എല്ലാം തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള മെഷ് കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ജോയിൻസ് എല്ലാം കവർ ചെയ്തതിന് ശേഷം നമുക്ക് വാട്ടർ ബേസ്ഡ് പുട്ടി കൊണ്ട് നമുക്ക് ഇതുപോലെ ഫിനിഷ് ചെയ്തെടുക്കാവുന്നതാണ്. റാപ്പിഡ് വാൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, റാപ്പിഡ് കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് റാപ്പിഡ് വാൾ. സസ്റ്റൈനബിൾ ആണ്, അതുപോലെ തന്നെ ലേബർ ഇൻറ്റൻസീവ് ആണ്. നമുക്ക് വേഗത്തിൽ ഇത് അറേഞ്ച് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ആകെ വേണ്ടുന്നത് സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് മാത്രമാണ് വേണ്ടുന്നത്. കാരണം വർക്ക് ചെയ്ത് പരിചയമുള്ള ആളുകൾ തന്നെയാണ് ഈ വർക്ക് ചെയ്യേണ്ടത്. പുതുതായി ഒരാൾ വർക്ക് ചെയ്യാൻ വന്നാൽ ഇത് കൃത്യമായ രീതിയിൽ അലൈൻ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എക്സ്പേർട്ടായിട്ട് സൂപ്പർവിഷൻ കൊടുക്കണം. അതിനനുസൃതമായി നമുക്ക് വേഗം വർക്ക് മുന്നോട്ട് ചെയ്ത് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് കോസ്റ്റും സേവ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ 100% റെക്കമെൻഡ് ചെയ്യുന്നത്, ഒരു പാർട്ടീഷൻ വാളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ സാധാരണ വി ബോർഡ് അല്ലെങ്കിൽ കാൽസ്യം സിലിക്കേറ്റ് ബോർഡിന് പകരമായിട്ട് നമുക്ക് എന്തുകൊണ്ട് റാപ്പിഡ് വാൾ ഉപയോഗിക്കാം എന്നതിൻ്റെ പ്രത്യേകതയാണ് ഞാനിവിടെ പറയുന്നത്.